അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം ലോകം വലിയ സന്തോഷത്തിലാണ്. പരിശുദ്ധ റമളാനിന് ശേഷം പുതിയൊരു അതിഥി കൂടി നമ്മിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഈ മാസത്തിൽ വിശ്വാസികൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം. അതുപോലെ ഈ മാസത്തിൻ്റെ മാറ്റുകൂട്ടുന്ന മറ്റൊരു കർമ്മമാണ് ബലികർമ്മം. ബലികർമ്മത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ വായനയേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ് അതിൻ്റെ കർമ്മശാസ്ത്രപരമായ വായന. കാരണം മതത്തിൽ എങ്ങനെയാണോ ബലികർമ്മം പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിലല്ല നമ്മൾ ബലിയറുക്കുന്നതെങ്കിൽ ആ ബലി സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ബലികർമ്മത്തെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങളുണ്ടാകും. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. حتى يتبين لهم أنه الحق. ബലികർമ്മത്തിൻ്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ബഹുമാനായ റഫീഖ് സലഫിയാണ്. ഇതിലാദ്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതൊക്കെ മൃഗങ്ങളെയാണ് ബലിയറുക്കേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വിശ്വാസികൾ നിർവഹിക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കർമ്മമാണ് ബലികർമ്മം. ആ ബലികർമ്മം നിർവഹിക്കുമ്പോൾ അതിൻ്റെ അഹ്കാമുകളും മസായിലുകളും വിധിവിലക്കുകളുമൊക്കെ ശരിയായ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഇതിലിവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം, ഏതൊക്കെ മൃഗങ്ങളെയാണ് നമ്മൾ ബലിയറുക്കേണ്ടത് എന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മിൻ ബഹീമത്തിൽ അൻആം എന്നാണ്. അതായത് കന്നുകാലികൾ. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ ഒട്ടകം, അതുപോലെ തന്നെ മാടുവർഗ്ഗങ്ങൾ, ആട്, ഇതിനാണ് കന്നുകാലികൾ എന്ന് പറയുക. അപ്പോൾ കന്നുകാലികളിൽ നിന്നാണ് നമ്മൾ ബലിയറുക്കേണ്ടത്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഒട്ടകത്തെ അറുക്കുക എന്നതാണ്. ഒട്ടകം കഴിഞ്ഞാൽ പിന്നെ മാട് വർഗ്ഗങ്ങളെയാണ് അറുക്കേണ്ടത്. അത് കഴിഞ്ഞാലാണ് ആടിനെ അറുക്കേണ്ടത്. ഈ രൂപത്തിലാണ് ഇസ്ലാം അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാംസം വർദ്ധിച്ച നല്ല മാംസമുള്ള കാണാൻ ഭംഗിയുള്ള മൃഗങ്ങളെ തിരഞ്ഞെടുക്കലാണ്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മൾ ചർച്ച ചെയ്യുമെങ്കിൽ പോലും അതാണ് ഏറ്റവും പ്രതിഫലാർഹമായത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ചെയ്യുന്നവൻ്റെ ആത്മാർത്ഥതയും പ്രതിഫലേച്ഛയുമാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളെയാണ് നമ്മൾ ബലിയറുക്കേണ്ടത് എന്ന് അതിലെ ശ്രേഷ്ഠതക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ്, മൃഗങ്ങളുടെ പ്രായപരിധി എത്രയാണ്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒട്ടകമാണെങ്കിൽ 5 വയസ്സാണ് അതിൻ്റെ പ്രായം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ മാടുവർഗ്ഗമാണെങ്കിൽ, മാടുവർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോത്ത്, കാള, അതേപോലെ പശു തുടങ്ങിയ മാടുവർഗ്ഗങ്ങളിൽ നിന്നാണ് നമ്മൾ അറുക്കുന്നതെങ്കിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം 2 വയസ്സ് തികയണം എന്നാണ്. ഇനി ആടാണ് നമ്മൾ അറുക്കുന്നതെങ്കിൽ ആടിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ കോലാട്, നാടൻ ആടുകളുണ്ടല്ലോ, അതിനാണല്ലോ കോലാട് എന്ന് പറയുന്നത്, അതിന് 1 വയസ്സ് തികയണം എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി ചെമ്മരിയാടിൽ നിന്നാണ് അറുക്കുന്നതെങ്കിൽ ചെമ്മരിയാടിൻ്റെ പ്രായം 6 മാസമാണ്. എന്നാൽ ആ വിഷയത്തിൽ തന്നെ 6 മാസം മുതൽ 1 വർഷം വരെ, 1 വർഷം തികയുകയാണെങ്കിൽ, 1 വയസ്സ് തികയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ മൃഗങ്ങളെ ഏത് പ്രായത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി സ്വാഭാവികമായും മറ്റൊരു ചോദ്യം ഇതിൽ നമുക്കറിയേണ്ടത്, മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ നിലക്ക് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.
മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ 4 ന്യൂനതകളുള്ള മൃഗങ്ങളെ ഒരിക്കലും നിങ്ങൾ ഉലൂഹിയത്തിന് തിരഞ്ഞെടുക്കരുത്, അതല്ലെങ്കിൽ ഉലൂഹിയത്ത് നിർവഹിക്കരുത് അത്തരം മൃഗങ്ങളെ കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ 4 എണ്ണത്തിൽ ഓരോന്ന് ഞാൻ എണ്ണി പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രകടമായ മുടന്തുള്ളവ. അതായത് നാം വാങ്ങുന്ന മൃഗങ്ങളിൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ ആ മൃഗത്തിന് മുടന്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ പ്രകടമായ നിലക്ക് കണ്ണുകേടുള്ളവ, കണ്ണിന് തകരാറുള്ളവ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയും. 2 അതാണ്. 3-മതായി മനസ്സിലാക്കേണ്ടത് പ്രകടമായ രോഗബാധയേറ്റ മൃഗങ്ങൾ. ഒരു മൃഗം നടന്നു പോകുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിനെന്തോ ഒരു രോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ മൃഗങ്ങൾ, ഇതൊന്നും ഉലൂഹിയത്തിന് പറ്റുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ അൽ ബയ്യിൻ എന്നാണ്. വ്യക്തമായ നിലക്ക്, പ്രകടമായ നിലക്ക് കാണാൻ പറ്റുന്ന മുടന്തുകളുള്ള മൃഗങ്ങളെയാണ് ഒഴിവാക്കേണ്ടത്. എന്നാൽ നിസ്സാരമായ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില മൃഗങ്ങളെ കണ്ടാൽ നമുക്കറിയാം നടക്കാൻ ഇങ്ങനെ പ്രയാസമുള്ള മൃഗങ്ങൾ, അതേപോലെ ചില മൃഗങ്ങളുടെ ചെവി മുറിഞ്ഞു പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ കണ്ണ് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ണ് പൊട്ടിപ്പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ മൃഗങ്ങളുടെ കൂടെ തീറ്റയും കുടിയും ഒന്നും ഒപ്പമെത്താത്ത തകരാറുള്ള മൃഗങ്ങൾ. ഇങ്ങനെയുള്ള മൃഗങ്ങളെയെല്ലാം ഒഴിവാക്കി നല്ല മാംസമുള്ള ഭംഗിയുള്ള മൃഗങ്ങളെയാണ് ഉലൂഹിയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അറിയേണ്ട മറ്റൊരു കാര്യം, ഉലുഹിയത്ത് അറുക്കുമ്പോൾ സ്വാഭാവികമായും ഓരോ ആളുകളും പല രീതിയിലാണ് അവരുടെ സാമ്പത്തിക അവസ്ഥകൾ. സ്വാഭാവികമായും നമ്മൾ ഒറ്റക്ക് അറുക്കുന്നതിന് പകരം നമ്മൾ ഷെയർ കൂടി അറുക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷെയറിൻ്റെ വിഷയത്തിൽ പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്ത പല സംഗതികളും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഷെയറിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉലൂഹിയത്ത് ബാത്തിലായി പോകാനുള്ള കാരണങ്ങൾ വരെ പലയിടത്തും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെയും മുൻകരുതലോടുകൂടെയുമാണ് ഷെയറിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ മൃഗങ്ങളിൽ 7 പേർക്ക് ചേർന്നുകൊണ്ട് ഉലൂഹിയത്ത് നിർവഹിക്കാം. എന്തിനാണ് അള്ളാഹുവിൻ്റെ മതം അങ്ങനെ ഒരു ഓപ്ഷൻ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിയമമാക്കിയിട്ടുള്ളത്? ഈ പ്രധാനപ്പെട്ട ബലികർമ്മം, വളരെ പുണ്യമുള്ള ഈ ആരാധനാ കർമ്മം, അത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവനാണെങ്കിൽ, കുറച്ചൊക്കെ സാമ്പത്തിക ശേഷിയുള്ളൂ, പൂർണ്ണമായ നിലയ്ക്കൊരു മൃഗത്തെ അറുക്കാൻ കഴിയില്ല എങ്കിൽ അങ്ങനത്തെ ആൾക്കും ഈ വലിയ പുണ്യകർമ്മത്തിൽ പങ്കാളിയാവാൻ വേണ്ടിയുള്ള അവസരം അള്ളാഹുവിൻ്റെ ദീൻ അയാൾക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒട്ടകമാണെങ്കിലും മാടുവർഗമാണെങ്കിലും 7 പേർക്ക് വരെ അതിൽ പങ്കുചേരാം. 8ാമതൊരാൾ പാടില്ല, കൂടാൻ പാടില്ല, കുറയുന്നതിന് തകരാറില്ല. എന്നാൽ ആടാണെങ്കിൽ അതിൽ ഷെയറില്ല, ഒരാൾക്കാണ് ആടറുക്കാൻ പറ്റുള്ള, ഒരു കുടുംബത്തിനാണ് ആടറുക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല മഹല്ലുകളിലും ഉലുഹിയത്ത് നിർവഹിക്കുമ്പോൾ ചില തകരാറുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് ഒന്നിച്ച് ഷെയർ വാങ്ങും, അതായത് ഒരു നിശ്ചിത സംഖ്യ ഷെയർ നിശ്ചയിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മഹല്ലിൽ ഒരു ഉലൂഹിയത്തിൻ്റെ ഷെയർ 10,000 രൂപയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ആളുകളൊക്കെ ഉലൂഹിയത്ത് നിർവഹിക്കാൻ വേണ്ടി ഈ ഷെയറിൽ ചേരാൻ വേണ്ടി 10,000 രൂപ മഹല്ലിൽ കൊണ്ടുപോയി കൊടുക്കും, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. എന്നിട്ട് അതുകൊണ്ട് ഒന്നിച്ച് മൃഗങ്ങളെ വാങ്ങും, മൃഗങ്ങളെ വാങ്ങി അറുക്കും. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പല മൃഗങ്ങൾക്കും പല വിലയായിരിക്കും. ഇപ്പോൾ ചില മൃഗങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 80,000 രൂപക്ക് വാങ്ങുന്ന മൃഗം ഉണ്ടാവും, അതല്ലെങ്കിൽ 90,000 രൂപക്ക് വാങ്ങുന്ന മൃഗം ഉണ്ടാവും, 1,00,000 വാങ്ങുന്ന മൃഗവും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ 7 ആൾ ചേരുമ്പോൾ 10,000 രൂപ വീതമാണ് ഷെയർ വാങ്ങിയിട്ടുള്ളതെങ്കിൽ 7 ആളുകൾ ചേർന്നാൽ 70,000 രൂപ കിട്ടുക. എന്നാൽ മറ്റൊരു മൃഗത്തിൻ്റെ വില 80,000 ആയിരിക്കും. അപ്പോൾ ആ ഷെയർ എന്താവില്ല, ശരിയാവില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരുടെയും മൃഗങ്ങളെ നിജപ്പെടുത്തണം. 7 ആളായിരുന്നു ഷെയർ വാങ്ങുകയാണെങ്കിൽ ഇതാ നിങ്ങളുടെ മൃഗതാണ്, അതിൻ്റെ വില ഇതാണ്, 70,000 രൂപയാണ്, അത് നിങ്ങളുടെ ഷെയർ 10,000 രൂപ വെച്ചാണ്. അതല്ലെങ്കിൽ 80,000 രൂപയാണെങ്കിൽ അവരിൽ നിന്ന് ആ രൂപത്തിൽ അതിനുള്ള ക്യാഷ് വാങ്ങി നിജപ്പെടുത്താം. അതല്ലാതെ ഒന്നിച്ച് മൃഗങ്ങളെ വാങ്ങി എല്ലാവരിൽ നിന്നും ഷെയർ വാങ്ങി ഒന്നിച്ചേർക്കുന്ന രീതി ഈ വിഷയത്തിൽ ശരിയല്ല. അത് നമ്മുടെ ഉലൂഹിയത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. ഈ ബലി അറുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ഈ ഉലൂഹിയത്തിൻ്റെ മാംസം
അമുസ്ലിങ്ങൾക്ക് നൽകാമോ? തീർച്ചയായും നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആളുകളുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ ഉലുഹിയത്തിൻ്റെ മാംസം അവർക്ക് നൽകാമോ എന്നതാണ് വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഈ ഒരു വിഷയം വളരെ വിശദമായ നിലയ്ക്ക് തന്നെ ഒരൊറ്റ വീഡിയോ ആയി നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല ആളുകളും ചിലപ്പോൾ അത് കേട്ട് കാണും. കേൾക്കാത്തവർക്ക് വേണ്ടി അതിനെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ പറയാണ്. ഉലുഹിയത്തിൻ്റെ മാംസം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലെവിടെയും അമുസ്ലിമിനത് കൊടുക്കാൻ പാടില്ല എന്ന നിലക്കുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഐച്ഛികമായ ശക്തമായ സുന്നത്താണല്ലോ ഉലുഹിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാംസത്തിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള അയൽവാസികൾ, വീടിൻ്റെ ചാരത്ത് താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള അമുസ്ലിം സഹോദരങ്ങളുണ്ടാവും. അവർക്ക് അതിൽ നിന്ന് കൊടുക്കുന്നത് പുണ്യകർമ്മമാണ്, യാതൊരു കുഴപ്പവും അതിനില്ല. മാത്രമല്ല അത് മാനുഷിക ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മുടെ സാഹചര്യവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് ഓരോരുത്തരും ആ വിഷയം കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കൊടുക്കുന്നത് കൊണ്ട് മതത്തിൽ പ്രയാസങ്ങളൊന്നുമില്ല. ഇനി നമുക്കറിയേണ്ട കാര്യം, ഇത് വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് വളരെ പ്രസക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഉദൂഹിയത്തിൻ്റെ മാംസം വിഹിതിക്കേണ്ടത് എന്ന വിഷയത്തിൽ കൃത്യമായൊരു നിർദ്ദേശം ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അത് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്ന ചില സംഗതികൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അള്ളാഹു പറയുന്നത്, സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത്, ഫകുലൂ മിൻഹ, നിങ്ങൾ ഉദൂഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കുക. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, പരവശരായ സാധുക്കളായ ആളുകൾക്കും നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? മാംസം കൊടുത്ത് അവരെ ഭക്ഷിപ്പിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ ചെയ്തിരുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഉലൂഹിയത്ത് അവർ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മാംസം 3ആയി അവർ വിഹിതിക്കും. എന്നിട്ട് അവർക്ക് ഭക്ഷിക്കാൻ അതിൽ നിന്നൊരു വിഹിതം അവർ മാറ്റിവെക്കും. ബാക്കിയുള്ള 2 വിഹിതം ഉണ്ടാവും. അത് ഒരു വിഹിതം സാധുക്കളായ ആളുകളുണ്ടാവുമല്ലോ പരിസരത്ത്, ആ സാധുക്കൾക്ക് അവർ ദാനം ചെയ്യും. മറ്റൊരു വിഹിതം അവരുടെ കുടുംബത്തിലും സുഹൃത്ത് വലയങ്ങളിലൊക്കെ പെട്ട സമ്പന്നരായ ആളുകളുണ്ടാവും, അവർക്ക് അവർ ഹദിയയായി നൽകും. ഇതായിരുന്നു സലഫിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു ചര്യ. നമുക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഇങ്ങനെ വിഹിതിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു ഗുണമുണ്ട്. പ്രധാനമായും 3 ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ഒന്നാമത്തേത്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാകുന്ന കാലിവർഗം, അതിനെ നമ്മൾ ബലിയെറുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ബലിയെറുക്കുമ്പോൾ അള്ളാഹ് പറയാണ്, നിങ്ങൾ അതിൽ നിന്ന് തിന്നോ എന്ന്. അപ്പോൾ അള്ളാഹു നമ്മളോട് തിന്നാൻ പറഞ്ഞ സംഗതി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ ബലി മാംസത്തിൽ നിന്ന് കഴിക്കാൻ കഴിയും. ഒന്നത്. രണ്ടാമത്തേത്, നമ്മളത് സാധുക്കൾക്ക് ദാനം ചെയ്യുമ്പോൾ സദഖയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മളത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഹദിയ അഥവാ സമ്മാനമായി കൊടുക്കുകയാണ്. സമ്മാനമായി കൊടുക്കുമ്പോൾ ആ മാനുഷിക ബന്ധം വിളക്കി ചേർക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഉദൂഹിയത്താണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ സക്കാത്തുൽ ഫിത്തർ ആണെങ്കിലും അതൊക്കെ വലിയൊരു ആരാധനാ കർമ്മമാണ്. അതോടൊപ്പം തന്നെ മാനുഷിക ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിലുള്ള ബന്ധങ്ങളെ, ആദർശ ബന്ധങ്ങളെ ഒക്കെ വിളക്കിച്ചേർക്കാൻ ഈ പുണ്യകർമ്മങ്ങളെ കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു സംഗതി കൂടിയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഉദൂഹിയത്തിൻ്റെ മാംസം വിതരണം ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ബലിയിറക്കുന്നത് വളരെ നല്ല ഒരു മനസ്സോടു കൂടിയാണ്, നിയ്യത്തോടു കൂടിയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കണം എന്നുള്ള ഒരു നിയ്യത്തോടു കൂടിയാണ്. ഇനി അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, അറുക്കുന്നയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഉലൂഹിയത്ത് നിർവഹിക്കുന്ന ആൾ, അതായത് ഉലൂഹിയത്ത് നിയ്യത്താക്കിയ ആൾ എന്താണ് ചെയ്യേണ്ടത്? ഉലൂഹിയത്ത് നിയ്യത്താക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധാരാളം ആളുകൾ ശ്രദ്ധ കാണിക്കാത്ത ഒരു വിഷയമാണ്. ദുൽഹിജ്ജ മാസം പിറന്നാൽ, അതായത് ദുൽഹിജ്ജ 1 ആയിക്കഴിഞ്ഞാൽ, ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ നഖമോ മുടിയോ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? നീക്കം ചെയ്യാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിൻ്റെ ദുൽഹിജ്ജ നിങ്ങൾക്ക് ദർശിക്കുകയാണ്, ദുൽഹിജ്ജ ദർശിച്ചാൽ, ദുൽഹിജ്ജ മാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, വ അറാദ അഹദുക്കും അൻ യുളഹിയ, നിങ്ങളിൽ ഒരാൾ ഉദൂഹിയത്ത് നിർവഹിക്കാൻ അവൻ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്, ഉദൂഹിയത്ത് നിർവഹിക്കണം, ബലികർമ്മം ഉദ്ദേശിച്ചിട്ടുമുണ്ട്, എങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? ഫൽയുംസിക് അൻ ഷഅരിഹി വ അളുഫാരിഹി, അവൻ്റെ നഖങ്ങളെയും അതേപോലെ മുടിയെയും അവൻ്റെ തൊലിയിൽ നിന്ന് ഒക്കെ അവൻ പിടിച്ചു വെക്കണം. അതൊന്ന് നീക്കം ചെയ്യാൻ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അപ്പം ദുൽഖഅദയിൽ പറ്റും,
പക്ഷെ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉലൂഹിയത്ത് നിർവഹിക്കുന്ന ആളത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ ഗൃഹനാഥൻ ബലിയർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബലിയർക്കാൻ ഉദ്ദേശിച്ച ഗൃഹനാഥൻ മാത്രമാണ് ഈ മുടിയും നഖമൊക്കെ പിടിച്ചു വെക്കേണ്ടത്. അതല്ലാതെ ആ കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാർക്കും അത് ബാധകമല്ല. അതേപോലെ തന്നെ പിന്നെ ഒരു ഓഹരി കൂടുന്ന ഒരാളാണെങ്കിൽ ആ ഓഹരി ആരാണോ കൂടുന്നത് അയാൾക്കാണത് ബാധകം, കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകൾക്ക് അത് ബാധകമല്ല. ഇനി ഒരാൾ മനഃപൂർവ്വം ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ, അങ്ങനെയും പല ആളുകളും ചോദിക്കാറുണ്ട്, ദുൽഹിജ്ജ പിറന്നു, ഉദുഹിയത്ത് നിർവഹിക്കുന്നുണ്ട്, പക്ഷേ മനഃപൂർവ്വം അയാൾ എന്ത് ചെയ്തു, നഖവും മുടിയൊക്കെ നീക്കം ചെയ്തു, അപ്പോൾ അയാൾ ഉദുഹിയത്ത് സ്വീകരിക്കുമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത്തരക്കാരോട് പറയാനുള്ളത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളൊരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ ഒരു പാപം ചെയ്ത കുറ്റം അയാൾക്ക് കിട്ടും. അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച കുറ്റം, അയാൾ പാപിയായിത്തീരും ആ വിഷയത്തിൽ. എന്നാൽ അയാൾ നിർവഹിക്കുന്ന ഉദൂഹിയത്തിനെ അത് ബാധിക്കുന്നില്ല, അത് അള്ളാഹു സ്വീകരിക്കും എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ഒരു കാര്യം, മരണപ്പെട്ടവർക്ക് വേണ്ടി ഉലുഹിയത്ത് അറുക്കാമോ? മരണപ്പെട്ടവർക്ക് വേണ്ടി ഉലൂഹിയത്ത് അറുക്കാമോ എന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉലൂഹിയത്ത് അഥവാ ബലികർമ്മം അത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നിയമമാക്കിയൊരു സംഗതിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചുപോയി, ഉദാഹരണം നമ്മുടെ വാപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ ബന്ധപ്പെട്ട ഒരാളോ മരിച്ചു. മരിക്കുന്ന സമയത്ത് അയാൾ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വസിയത്തുണ്ട്. എന്ത്? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസം വരുമ്പോൾ എൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു ഉരുവിനെ വാങ്ങി എനിക്ക് വേണ്ടി നിങ്ങൾ ബലിയറുക്കണമെന്ന് മക്കളോടോ മറ്റോ അയാൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ആ വസിയത്ത് നിർവഹിക്കുക തന്നെ വേണം. അത് നിർബന്ധമാണ്. അതല്ലാതെ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ഒരു ഉരുവിനെ വാങ്ങിയിട്ട് ഇതെൻ്റെ മരിച്ച വാപ്പാക്ക് വേണ്ടിയിട്ടുള്ള ഉലൂഹിയത്താണ് എന്ന നിലക്കുള്ള ഒരു ഉലൂഹിയത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലൂഹിയത്ത് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഒരാളുടെ പേരിലും ഒരു ഉരുവിനെ വാങ്ങി പ്രത്യേകമായി ഉലൂഹിയത്ത് എന്ത് ചെയ്തിട്ടില്ല? നിർവഹിച്ചിട്ടില്ല. എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്, ഒരു ഗൃഹനാഥൻ ഒരു ആടിനെയോ ഒരു മൃഗത്തെയോ ഉലൂഹിയത്ത് അറുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ഇതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന നിലക്ക് അയാൾക്ക് നിയത്താക്കാം. അതിന് വിരോധമില്ല. എന്നാൽ മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു ഉരുവിനെ വാങ്ങി ഉദൂഹിയത്ത് നിർവഹിക്കുന്നതിൽ മതത്തിൽ എന്തില്ല? തെളിവുകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയർ കൂടിയിട്ട് നമ്മൾ ബലികർമ്മം നിർവഹിക്കാം എന്ന്. അപ്പോൾ തീർച്ചയായും ആളുകൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, കടം വാങ്ങി ബലിയെറുക്കാമോ? സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാൾക്ക് എന്നാൽ ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട് ബലികർമ്മം നിർവഹിക്കണമെന്ന്. അപ്പോൾ അയാൾക്ക് കടം വാങ്ങി ഇത് നിർവഹിക്കാമോ എന്നതാണ് പ്രസക്തമായ ചോദ്യമാണ്. ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട സംഗതി, ചിലപ്പോൾ ദുൽഹിജ്ജ മാസം വരുമ്പോൾ നമ്മളെടുത്ത് ഉരുവിനെ വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റു സന്ദർഭങ്ങളിൽ ക്യാഷ് കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്കത് വീട്ടാൻ കഴിയുമെങ്കിൽ കടം വാങ്ങി ഈ പുണ്യകർമ്മത്തിൽ പങ്കാളിയാകുന്നതിന് മതം തടസ്സമല്ല. യാതൊരു പ്രയാസവും ആ വിഷയത്തിലില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് ബലിയെറുക്കുന്നുണ്ട്, അത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും അത് മതിയാകുമോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ പിതാവ് താമസിക്കുന്ന വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ അവിടെയാണ് താമസിക്കുന്നത്, ഒരു വീടാണ്, അവിടെയുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഒന്നിച്ചാണ് പോകുന്നതെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് അയാൾ ബലിയറുത്താൽ അത് നിങ്ങൾക്കും കൂടെ ബാധകമാണ്, മതിയാകുന്നതാണ്. എന്നാൽ നിങ്ങൾ മറ്റൊരു വീട്ടിൽ സ്വതന്ത്രമായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മതിയാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആ കർമ്മം നിർവഹിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി തന്നെ അത് നിർവഹിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും സമൂഹത്തിലെ പല ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കടുത്തായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഈ ബലി അറുക്കുന്നതിന് പകരം ആ ക്യാഷ് നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് നൽകാമോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജൂൺ മാസമാണ്, ഒരുപാട് ആളുകൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും അങ്ങനെ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ. നിങ്ങൾ ഈ ബലി അറുക്കുന്ന കാശ് അവർക്ക് ദാനം ചെയ്തുകൂടെ എന്ന് പലരും ചോദിക്കും. പ്രസക്തമാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബലികർമ്മം എന്ന് പറയുന്നത് ഇസ്ലാം നിശ്ചയിച്ച ഒരു ആരാധനാ കർമ്മമാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ അതിൻ്റെ കൃത്യമായ രീതിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം, ആ ഇബാദത്ത്, അതിനെ നമ്മൾ മാറ്റിമറിച്ചിട്ട് അതിൻ്റെ ക്യാഷ് കൊണ്ട് സാധുക്കളെ സഹായിക്കുക എന്നതിലേക്ക് അതിനെ തിരിച്ചുവിടാൻ നമുക്കാർക്കും എന്തില്ല?
അനുവാദമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലമായിരുന്നു. വളരെ ഞെരുക്കവും പ്രയാസവും ക്ഷാമകാലവും പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു വർഷവും പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഈ വർഷം നിങ്ങൾ ഉദുഹിയത്ത് നിർവഹിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച പണം നിങ്ങൾ ഉരുവിനെ വാങ്ങി അത് നശിപ്പിക്കണ്ട, നിങ്ങൾ ഈ നാട്ടിൽ ക്ഷാമം അനുഭവിക്കുന്ന ആളുകൾക്ക് അത് കൊടുത്തിട്ട് അവരെ സഹായിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധുക്കളെ സഹായിക്കേണ്ടതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം ഏറെ പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കണം. എന്നാൽ ഇസ്ലാം നിശ്ചയിച്ച ആരാധനാ കർമ്മങ്ങളും ഇബാദാത്തുകളും അത് പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ആ നിലക്കുള്ള യുക്തി ഈ നിലക്കുള്ള ഇബാദാത്തുകളിൽ ആരാധനാ കർമ്മങ്ങളിൽ ഒരു നിലക്കും പ്രസക്തമല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഏത് മൃഗങ്ങളെയാണ് ബലിയറുക്കേണ്ടതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ മൃഗങ്ങളുടെ പ്രായപരിധി നമ്മൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ പെട്ട ഒരു ചോദ്യമാണ്, ഏത് ഉരുവാണ് ശ്രേഷ്ഠമായത്? ഏത് ഇനം, അതായത് ആട്, മാട്, ഒട്ടകം, ഇതിലേതാണ് ശ്രേഷ്ഠമായത് എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കന്നുകാലികളിൽ നിന്നാണല്ലോ ഇപ്പോൾ നമ്മൾ അറുക്കേണ്ടത്. അപ്പോൾ കന്നുകാലികളിൽ നിന്ന് നമ്മൾ അറുക്കുമ്പോൾ പൂർണ്ണമായ നിലക്ക് ഒരാൾ ഒരു ഉലുഹിയത്ത് നിർവഹിക്കുകയാണ്. ഒരു ഉരുവിനെ ഒരാൾ സ്വന്തമായി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒട്ടകം, അതല്ലെങ്കിൽ മാടുവർഗത്തിൽ നിന്നൊന്ന് എന്ന നിലക്ക് ഒരു ഉരുവിനെ പൂർണ്ണമായ നിലക്ക് ഒരാൾ ബലിയറുക്കുകയാണെങ്കിൽ ഒട്ടകത്തെയാണ് ഒന്നാമതായി അയാൾ ചൂസ് ചെയ്യേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠകരമായത് ഒട്ടകമാണ്. ഇനി ഒട്ടകം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ലഭ്യമല്ല, നമ്മുടെ സാഹചര്യം എങ്ങനെയാണ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പൂർണ്ണമായ നിലക്ക് അറുക്കുകയാണെങ്കിൽ മാടുവർഗത്തിൽ നിന്ന് ഒരു കാളയെയോ പോത്തിനെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആടിനെയാണ്. അതിനും കഴിയാത്ത ആളുകൾക്കാണ് ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഉരുവിൽ 7 ആൾക്ക് പങ്ക് ചേർന്നുകൊണ്ട് ഷെയർ ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, എന്നിട്ടെങ്കിലും ഈ പുണ്യകർമ്മത്തിൽ എന്ത് ചെയ്യട്ടെ, പങ്കാളിയാവാനുള്ള ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആടും നിർവഹിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഷെയർ കൂടാനുള്ള അനുവാദം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരാൾക്ക് ഷെയർ കൂടാൻ പറ്റില്ല എന്നല്ല, ശ്രേഷ്ഠകരമായ സംഗതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഷെയറിനേക്കാൾ ശ്രേഷ്ഠകരം ഒരാടിനെ അറുക്കലാണ്. ആടിനെ അറുത്ത് കഴിഞ്ഞാൽ അയാൾക്കും ആ കുടുംബത്തിനും ആടിനറുത്തത് അയാളുടെ കുടുംബത്തിനും കൂടെ അത് ബാധകമാണ്. അവരും കൂടെ ആ കർമ്മത്തിൽ പങ്കാളികളാണ്. ഇവിടെ അറുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അറുക്കുമ്പോൾ അറുക്കുന്നയാൾ, അറവ് നിർവഹിക്കുന്നയാൾ പ്രത്യേകിച്ച് പിന്നെ എന്തെങ്കിലും ചൊല്ലേണ്ടതുണ്ടോ? ഉണ്ട്. അറവ് നിർവഹിക്കുന്ന വ്യക്തി അറുക്കുന്ന സമയത്ത് ദിക്ർ വേണം. ആ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അറുക്കുന്ന സമയത്ത് പറയേണ്ടത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹാദാ മിൻക വലക് എന്നാണ് പറയേണ്ടത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എന്നിട്ട് പറയേണ്ടത് അല്ലാഹുമ്മ ഹാദാ മിൻക്, ഈ ഉരുവ് നിന്നിൽ നിന്നുള്ളതാണ്, നീയാണ് ഈ കാലിവർഗത്തെ ഞങ്ങൾക്ക് തന്നത്, അതുകൊണ്ട് ഇതിനെ വലക്, നിനക്ക് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു എന്ന ആശയമാണ് നമ്മൾ പറയേണ്ടത്. ഇത് വ്യത്യസ്തമായ രൂപത്തിൽ ഇതിൻ്റെ റിവായത്തുകൾ കാണാം. ഇങ്ങനെയുള്ള ദിക്റുകളാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ബലികർമ്മം സ്ത്രീകൾക്ക് നിർവഹിക്കാമോ? ഇബാദത്താണ്. ബലികർമ്മം ഒരു ആരാധനാ കർമ്മമാണല്ലോ. അതിൽ സ്ത്രീയും പുരുഷനൊക്കെ ഒരേപോലെയാണ്. അതുകൊണ്ട് പുരുഷൻ അറുക്കുന്നത് പോലെ തന്നെ സ്ത്രീക്കും വേണമെങ്കിൽ ഒരു ഉരുവിനെ അറുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് ബലി നിർവഹിക്കുന്നത് കൊണ്ട് യാതൊരു തടസ്സമില്ല. ഇപ്പോൾ ആളുകൾക്കിടയിലൊക്കെ ഉള്ള ഒരു ധാരണയാണ്, ബലിമാംസം സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദിക്കാനുള്ളൊരു കാരണം, ഒരു ഹദീസിൽ 3-ലധികം ദിവസം സൂക്ഷിക്കാൻ പാടില്ല എന്ന് വന്നിട്ടുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും പല ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമാണിത്. ബലിമാംസം അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ അത് 3 ദിവസത്തിലധികം പാടുണ്ടോ എന്നൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 3 ദിവസത്തിലധികം ബലിമാംസം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിന് ഒരു പ്രത്യേകമായ സാഹചര്യമുണ്ട്. അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വ്യാപകമായ നിലയ്ക്ക് ക്ഷാമം നേരിട്ടു. ക്ഷാമം നേരിട്ട സമയത്ത് ജനങ്ങൾക്കൊക്കെ ഭക്ഷണത്തിന് ആവശ്യമുള്ള കാലമാണ്. അപ്പോൾ ആ സമയത്ത് ബലിയറുത്തിട്ട് അതിൻ്റെ മാംസം ഓരോരുത്തരും കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചാൽ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കട്ടെ എന്ന നിലക്ക് അങ്ങനെ സൂക്ഷിച്ചു വെച്ചവർക്ക് അവരുടെ മാംസം ഇറക്കി സാധുക്കൾക്ക് എന്ത് ചെയ്യട്ടെ, ഭക്ഷിക്കാൻ നൽകട്ടെ എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. എന്നാൽ ആ ക്ഷാമകാലം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെയും പറഞ്ഞു, ഫദ്ദഖിറു മാ ശിഅ്തും,
നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബലിമാംസത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. വകുലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബലിമാംസത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം, സൂക്ഷിച്ചു വെക്കാം. അതിനൊന്നും യാതൊരു വിരോധമോ തടസ്സമോ ഇല്ല. പക്ഷേ ഈ പറയപ്പെടുന്ന ഹദീസ് പ്രത്യേകമായ ഒരു സാഹചര്യത്തിലുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ്. ബലിമാംസം വിൽക്കാമോ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നൽകപ്പെട്ട സമർപ്പിക്കപ്പെട്ട മാംസമാണ്. അതുകൊണ്ടാണ് അത് വിൽക്കുന്നത് അനുവദിക്കപ്പെട്ടതല്ല എന്നതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബലികർമ്മവും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞ് ജനിച്ചാൽ നിർവഹിക്കുന്ന അക്കീഖ, ഇത് രണ്ടും ഒരേ നിയത്തിൽ ഒരാൾക്ക് നിർവഹിക്കാമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് രണ്ടഭിപ്രായങ്ങളാണ്. രണ്ടും വളരെ പ്രബലമായ അഭിപ്രായങ്ങളാണെന്ന് പറയാം. രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. ഒരു വിഭാഗം പറയുന്നത്, നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അഖീഖത്തും ഉലൂഹിയത്തും സംഗമിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ബലികർമ്മങ്ങളാണ്. അതുകൊണ്ട് അത് രണ്ടിനെയും ഒരുമിച്ച് കൂട്ടാൻ സാധ്യമല്ല, പാടില്ല, പറ്റില്ല എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹനഫി മദ്ഹബൊക്കെ, അതേപോലെ ഇമാം അഹ്മദിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് പ്രകാരവും അവരുടെ അഭിപ്രായ പ്രകാരം ബലികർമ്മവും അഖീഖത്തും സംഗമിപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട്, ഒരേ നീയത്തിൽ രണ്ടും പാടെ ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്നത് ബലികർമ്മം നിർവഹിച്ച് അള്ളാഹുവിൻ്റെ തഖർറുബ് ആഗ്രഹിക്കുക എന്നതാണ്. രണ്ടുകൊണ്ടും ഏത് ബലിയാണെങ്കിലും ആ ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കണമെന്നാണ്. അപ്പോൾ തത്വത്തിൽ ലക്ഷ്യം ഒന്നായതുകൊണ്ട് തന്നെ രണ്ടും ഒരേ നീയത്തിൽ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ രണ്ട് പ്രബലമായ അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, സൂക്ഷ്മതയുടെ വശം, സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ടായി ചെയ്യുക എന്നതാണ് സൂക്ഷ്മത. ഇപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചോളം അക്കീക്കയുടെ സമയത്ത് അക്കീക്ക ഇറക്കണം. അക്കീക്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടും, പെൺകുട്ടിയാണെങ്കിൽ ഒരാടുമാണ് ഇറക്കേണ്ടത്. അതാണ് അഫ്ളൽ. ഇനി അയാൾക്ക് ഉദുഹിയത്ത് ഇറക്കാൻ കഴിയുമെങ്കിൽ അയാൾ ഉദുഹിയത്ത് നിർവഹിക്കുക. സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഈ അഭിപ്രായ ഭിന്നതക്ക് നിൽക്കേണ്ടതില്ലല്ലോ. രണ്ടും രണ്ടായി തന്നെ ചെയ്യാണ് സൂക്ഷ്മതയുടെ വശം എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ബലിയിറക്കുമ്പോൾ സാധാരണ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഉള്ള ഒരു സമയത്താണ് അറുക്കാറ്. അത് നമുക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വൈകുന്നേരം, അങ്ങനെ ബലിയിറക്കുന്നതിന് ഒരു പ്രത്യേക സമയമുണ്ടോ എന്നതാണ്. ബലിയിറക്കുന്നതിന് പ്രത്യേകമായ സമയമുണ്ട്. ബലി എപ്പോഴാണ് നമ്മൾ നിർവഹിക്കുന്നത്? യൗമുന്നഹർ എന്ന് പറഞ്ഞാൽ ബലിദിനം എന്നാണ്. ബലിദിനം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10 ദുൽഹിജ്ജ 10 നമ്മൾ ബലിയെറുക്കേണ്ടത്. ഒരാൾ ഉലുഹിയത്ത് ദുൽഖഅദയിൽ കൊണ്ടുപോയി അറുത്താലോ, ദുൽഹിജ്ജ 9 അറഫൻ്റെ അന്ന് കൊണ്ടുപോയി അറുത്താലോ, ദുൽഹിജ്ജ 8 അറുത്താലോ അത് ബലികർമ്മാവില്ല. ഇനി ദുൽഹിജ്ജയിൽ തന്നെ 10 എപ്പോഴാണ് അറുക്കേണ്ടത്? നിസ്കാരത്തിന് മുമ്പല്ല, ഈദ് നമസ്കാരത്തിന് ശേഷമാണ് ബലിയെറുക്കേണ്ടത്. ഈദ് നമസ്കാരത്തിന് ശേഷം ബലികർമ്മത്തിൻ്റെ സമയം ആരംഭിക്കുന്നു. അത് അവസാനിക്കുന്നത് അയ്യാമു തശ്രീഖ്, അതായത് ദുൽഹിജ്ജ 11, 12, 13 അസ്തമയത്തിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്? അറുക്കേണ്ടത്. അപ്പോൾ 4 ദിവസങ്ങളിൽ ബലിയറുക്കാം. ഒന്ന് യൗമുന്നഹർ ദുൽഹിജ്ജ 10, 11, 12, 13 അത് അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബലികർമ്മം നമ്മുടെ സൗകര്യപ്രദമായ സമയത്തും സന്ദർഭത്തിലും നമുക്ക് ഈ സമയം പരിഗണിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അടുത്തൊരു കാര്യം, ദുൽഹിജ്ജ ആദ്യ 10 പ്രവേശിച്ച് ഒരാൾ അയാളുടെ നഖവും മുടിയൊക്കെ നീക്കം ചെയ്തു. ഓക്കെ. പക്ഷെ അയാൾ അതിന് ശേഷമാണ് ഒരു ബലി ഗുരുവിനെ അറക്കാമെന്ന് നിയത്താക്കിയത്. അതിൻ്റെ ഒരു വിധിയാണ്. അത്തരക്കാർ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ ബലികർമ്മത്തെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം നഖവും മുടിയൊക്കെ അയാൾ എടുത്തത് എപ്പോഴാണ്? നിയത്താക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ അയാൾ അതിന് കുറ്റക്കാരനല്ല. മാത്രമല്ല അയാൾ ലാസ്റ്റ് സമയത്ത് ഉലുഹിയത്ത് നിർവഹിക്കാൻ നിയത്താക്കി എന്നതുകൊണ്ട് അയാളുടെ ഉലുഹിയത്തിനെയും അത് ബാധിക്കില്ല. അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. പക്ഷേ ഒന്നുകൂടെ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉരുവിനൊക്കെ സെലക്ട് ചെയ്യാൻ കാലേ കൂട്ടി തന്നെ ഒന്ന് തയ്യാറായാൽ അത് നല്ലതാണ്. നല്ല ഉരുവിനെ നമുക്ക് തിരഞ്ഞെടുത്ത് നല്ല കോലത്തിൽ നമുക്കത് നിർവഹിക്കാൻ പറ്റും എന്നതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഉലുഹിയത്ത് അറുക്കുന്നതിൽ നിന്ന് ഈ അറുക്കുന്ന ആൾ, സാധാരണ ആളുകൾ പറയാറുണ്ട് നമ്മളത് ഭക്ഷിക്കാൻ പാടില്ല, നമ്മളത് മറ്റുള്ളവർക്ക് നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് അറുക്കുന്നതിൽ നിന്ന് ആ അറുക്കുന്നവർക്ക് അത് ഭക്ഷിക്കാമോ എന്നതാണ് അടുത്ത ചോദ്യം. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ച് കഴിഞ്ഞൊരു സംഗതിയാണ്. പക്ഷേ എങ്കിൽ കൂടി ചില ആളുകളൊക്കെ ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാറുണ്ട്. ഉലുഹിയത്ത് അറുക്കുന്നവൻ അതിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല
എന്ന ചില പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് ഫകുലൂ മിൻഹ എന്നാണ്. നിങ്ങൾ അറുക്കുന്ന ബലികർമ്മത്തിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് ആര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ ഉദുഹിയ്യത്ത് അറുക്കുന്നു അല്ലെങ്കിൽ ഒരു ബലികർമ്മം നിർവഹിക്കുന്നു. പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിബന്ധന വെച്ചിട്ടുണ്ട്, അയാൾ നേർച്ചയാക്കിയിട്ടുണ്ട്, ഞാൻ ഈ അറുക്കുന്ന ഒരുവിൻ്റെ മാംസത്തിൽ നിന്ന് ഞാനോ എൻ്റെ കുടുംബമോ ഒന്നും ഭക്ഷിക്കുകയില്ല എന്ന് അയാൾ പ്രത്യേകമായി നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭക്ഷിക്കൽ അയാൾക്ക് ഹറാമാണ്, ഭക്ഷിക്കാൻ പാടില്ല, അയാൾ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നാൽ നിബന്ധന വെക്കാതെ സാധാരണഗതിയിൽ നമ്മൾ നിർവഹിക്കുന്ന ഉലൂഹിയത്ത്, അതിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാം. അത് ഭക്ഷിക്കൽ പുണ്യകർമ്മമാണ്, അള്ളാഹു നമ്മളോട് ഭക്ഷിക്കാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ അവസാനിപ്പിക്കണം. അങ്ങനെ ഈ രൂപത്തിൽ ഏറ്റവും നല്ല കോലത്തിലും ഈ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലും ഈ മതവിധികൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതൊക്കെ നമ്മെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളുടെ മനസ്സുകളിലുള്ള സംശയങ്ങളാണ്. ഇതൊക്കെ ദൂരീകരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. നമ്മൾ എല്ലാവർക്കും ഈ വരുന്ന ബലി കർമ്മം വളരെ വൃത്തിയായി നല്ല രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നിർവഹിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.